ഹലോ ഫ്രണ്ട്സ്, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. കുറച്ച് നേരമേ ഉള്ളൂ, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ നേച്ചർ പല അഡ്വാൻറ്റേജും ലിവിങ് സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പല അഡ്വാൻറ്റേജസ്, അത് ഇന്നതൊന്നും പറയാനില്ല, അത്രമാത്രമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇവൻ്റാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചെയ്തത്. ആംപ്യൂട്ടേഷൻ, പിന്നെ എങ്ങനെ ചില കേസുകൾ ഇപ്പോൾ പല്ലിയിലൊക്കെ വാല് മുളച്ച് വരുന്നു, അല്ലെങ്കിൽ ഫ്രോഗിൽ എങ്ങനെയാണ് ടെയിൽ പോണത് യങ് സ്റ്റേജിൽ, അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ. ഇത്തരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, നമുക്കത് വിചാരിക്കാൻ പറ്റില്ല. അതുപോലത്തെ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. കുറച്ച് നേരമേ ഉള്ളൂ, അറ്റം വരെ കാണുക. അപ്പോഴാണ് നമ്മുടെ ബോഡിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. നേച്ചർ ഒരു അബ്നോർമൽ ഇവൻ്റാണ്, നേച്ചറിൻ്റെ ആക്ഷൻസ്. എന്തായാലും ഇന്നത്തെ ഫിനോമിൻ്റെ പേര്, അത് ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവില്ല, എപ്പോപ്ടോസിസ് എന്നാണ് അതിൻ്റെ പേര്. എപ്പോപ്ടോസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. നമ്മുടെ ബോഡിയിൽ സെൽസ് എപ്പം മരിക്കും, ഇതെങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മരിക്കണത്, ഇതൊക്കെ വെൽ പ്രോഗ്രാംഡ് ആണ്. അതാണ് പ്രോഗ്രാംഡ് സെൽ ഡെത്ത്, എപ്പോപ്ടോസിസ്. ഇതിൽ എങ്ങനെയാണ് ഒരു സെല്ല് മരിക്കുന്നത്? സെല്ലാണ് നമ്മുടെ ബേസിക് ലൈഫിൻ്റെ ബേസിക് യൂണിറ്റ്. ഇപ്പോൾ സെൽ ഡെത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ഫിനോമിനൻ ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് ആണ്. അല്ലാണ്ട് ഒരു ആക്ഷൻ 2 ആക്ഷനും അല്ല. 8-9 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് സെല്ല് ഡെത്തിലേക്ക് പോവുക. അതൊരു നാച്ചുറൽ ഹെൽത്തി പ്രോസസ്സാണ് ഈ സെല്ലിൻ്റെ ഡെത്ത്. കാരണം അതിന് ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെല്ല് അത് എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് വേണ്ട, അൺനെസസറി ആണ്, അപ്പോൾ അത്തരം കേസുകളിൽ സെല്ല് നശിച്ചു പോകണം. അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ട്രിഗറിങ് സിസ്റ്റം ഉണ്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെക്കാനിസമാണ്. അപ്പോൾ ആ ഫിനോമിൻ്റെ പേരാണ് അപ്പോപ്ടോസിസ്. എന്തായാലും സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നോക്കണത് ഇവിടെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ എപ്പോപ്ടോസിസ് നടക്കുന്നത്. നമുക്ക് ആദ്യം സ്റ്റെപ്സുകളൊന്ന് നോക്കാം. ഡയഗ്രാം വളരെ ക്ലിയർ ആണ്, ഇതിന് വലിയ സയൻറ്റിഫിക് ബേസിസ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ നമ്മൾ വളരെ ഡെപ്തിലല്ല പോണത്, സാധാരണക്കാരന് ഇത് എന്താണെന്ന് മനസ്സിലാവും. എപ്പോപ്ടോസിസ് അതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ മീനിങ് ഫോളിങ് ഓഫ്, കൊഴിഞ്ഞു പോകുക, അല്ലെങ്കിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. ഇതിവിടെ ആദ്യത്തെ ഇത് ഒരു നോർമൽ സെല്ലാണ്. ഈ സെല്ല് നമുക്ക് ഇനി ബോഡിക്ക് വേണ്ട, അല്ലെങ്കിൽ അതെന്തെങ്കിലും അബ്നോർമാലിറ്റി കാണിക്കണം. അപ്പോൾ എങ്ങനെയാണ് സെല്ല് അല്ലെങ്കിൽ ബോഡി ആ സെല്ലിനെ നശിപ്പിക്കണം? അതാണ് ഈ എപ്പോപ്ടോസിസ്. അത് പ്രോഗ്രാംഡ് ആണ്. ആദ്യം തന്നെ ആ സെല്ലൊന്ന് ചുരുങ്ങും. അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ്, അതിനെ ക്രൊമാറ്റിൻ എന്നൊക്കെ പറയും. അത് ഇപ്പോൾ അങ്ങനെ ഒരു വാക്ക് ക്രൊമാറ്റിൻ, എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. ക്രൊമാറ്റിൻ ഉള്ളിലത്തെ കണ്ടന്റ് ഒന്ന് ചുരുങ്ങും, കണ്ടൻസ് ചെയ്യും. അതുപോലെ തന്നെ മെംബ്രെയിൻ കണ്ടു നിങ്ങൾ, അത് ഇവിടെ റെഗുലർ ആയിരുന്നു മെംബ്രെയിൻ. ഇവിടെ വന്നപ്പോഴേക്കും അവിടെ എവിടെയും ചെറിയ ചെറിയ പ്രൊജക്ഷൻസ്, അതിനെ ടെക്നിക്കലായിട്ട് പറയുന്ന പേരാണ് ബ്ലബിങ്. അപ്പോൾ ഇവിടെ ഒരു ബ്ലബ് അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂക്ലിയസ് അത് ആകെ റെഗുലർ ആവും, അത് കൊലാപ്സ് ചെയ്യും. അത് കഴിഞ്ഞാൽ അത് കുറച്ച് സെഗ്മെൻ്റ് ആയിട്ട് മാറും. അതിനെ വിളിക്കും അപ്പോപ്ടോട്ടിക് ബോഡീസ്. അത് പിന്നെ ഡൈജസ്റ്റ് ചെയ്ത് പോകും. അപ്പം ഇങ്ങനെയാണ് ഒരു സെല്ല് നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അബ്നോർമാലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രോഗ്രാം ചെയ്ത് നശിപ്പിച്ച് കളയും. ഈ ഫിനോമിനാണ് എപ്പോപ്ടോസിസ്. ഇത് നമുക്കൊരു മസ്റ്റായിട്ടൊരു ഇവൻ്റാണ്, ഒരു ഹെൽത്തി പ്രോസസ്സാണ്, നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള അൺനെസസറി സെൽസ്, അബ്നോർമൽ സെൽസൊക്കെ നമുക്ക് മാറ്റിക്കളയാം. ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇനി ഇതും ക്യാൻസറും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതാണ് പറഞ്ഞാൽ നേച്ചറിൻ്റെ ഓരോ അഡ്ജസ്റ്റ്മെൻ്റാണ് ബോഡിയിൽ. ക്യാൻസറസ് സെൽസിൽ അപ്പോൾ ആ സെൽസിനെ ബോഡി ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നശിപ്പിച്ച് കളയണം അപ്പോപ്ടോസിസ് വഴി. പക്ഷേ ഈ ക്യാൻസറസ് സെൽസിൽ ഈ എപ്പോപ്ടോസിസ് അതൊരു ഇന്നെഫിഷ്യൻ സിസ്റ്റമായിട്ട് മാറും. അതായത് എപ്പോപ്ടോസിസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കില്ല, ചിലപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് കളയും എപ്പോപ്ടോസിസ്. അപ്പോൾ ആ സെല്ലിനെ നശിപ്പിക്കാൻ ബോഡിക്ക് മെക്കാനിസം ഇല്ല.
അപ്പോൾ അത് ക്യാൻസറിലേക്ക് കൂടുതൽ കൂടുതൽ ഫേവർ ചെയ്തു. അപ്പോൾ വലിയൊരു വർക്കാണ്, വലിയൊരു ഹെൽപ്പാണ് ഈ അപ്പോപ്ടോസിസ് നമുക്ക് ചെയ്തു തരുന്നത്. അതാണ് നേച്ചറിൻ്റെ ഓരോ ഇവൻസ് ആണ് നമ്മുടെ ബോഡിയിൽ തന്നെ, വിത്തിൻ ബോഡി. ഈ വർക്ക് അത്ര നിസ്സാര വർക്കല്ല ഈ കണ്ടുപിടുത്തമൊക്കെ. കാരണം ഇതിലെ 3 സയൻറ്റിസ്റ്റുകളാണ് വർക്ക് ചെയ്തത്. അവരുടെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ പേര് ജോൺ സൾസ്റ്റൺ, അതാണ് ഒരാൾ. രണ്ടാമത്തെ ആളുടെ പേര് റോബർട്ട് ഹോർവിറ്റ്സ്, നമ്മുടെ പ്രൊണൗൺസിയേഷൻ ആവില്ല അവരുടെ. മൂന്നാമത്തെ ആളുടെ പേര് സിഡ്നി ബ്രണ്ണർ. ഇവരുപയോഗിച്ച ഓർഗാനിസം, ആ ഓർഗാനിസമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അത് വളരെ ഫേമസ് ഓർഗാനിസം ആണ്. അതിൻ്റെ പേരാണ് സിനോറാപ്റ്റൈറ്റിസ് എലഗൻസ്. ഒരു വിര പോലത്തെ സാധനമാണ്, അത് വേം ടൈപ്പ് ഓർഗാനിസം ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ബോഡി ട്രാൻസ്പെറൻ്റാണ്, വളരെ ചെറുതാണിത്. ഇത് പല എക്സ്പെരിമെൻറ്റ്സിനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ അപ്പോപ്ടോസിസ് വർക്കിന് 2002 നോബൽ പ്രൈസ് കിട്ടിയതാണ്, പ്രോഗ്രാം സെൽ ഡെത്ത്. അപ്പോൾ നിങ്ങൾ ആ നേച്ചറിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കുക. നമ്മുടെ ബോഡിയിലുള്ള സെല്ല് നമുക്ക് അല്ലെങ്കിൽ ബോഡിക്ക് ആവശ്യമില്ല, അപ്പോൾ അതിനെ നശിപ്പിക്കണു. അതിനെ പല സ്റ്റെപ്സ്, അങ്ങനെ അത് ഡൈജസ്റ്റ് ചെയ്ത് കളയും. ക്യാൻസറസ് സെൽസിൽ അല്ലെങ്കിൽ ക്യാൻസർ ആ ബോഡിയിൽ ഈ അപ്പോപ്ടോസിസ് അത്ര എഫിഷ്യൻ്റ് അല്ല, അല്ലെങ്കിൽ അത് ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്യാൻസറിന് ഫേവർ ചെയ്യും. 3 സയൻറ്റിസ്റ്റുകൾ, നോബൽ പ്രൈസ് വിന്നിംഗ് വർക്ക്, ഓർഗാനിസം സിനോറാപ്റ്റൈറ്റിസ് എലഗൻസ്. ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുക. ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക്. മിക്കവാറും വെള്ളിയാഴ്ചകളിലാണ് ഞാനിത് യൂട്യൂബിൽ എൻ്റർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക്. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി പിന്നീട് കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.